ഈസ്റ്റർ ദിനത്തിലെ ഉയിർപ്പ് ശുശ്രൂഷകളുടെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടക്കുകയാണ്. വാരാപുര സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ സഹായ മെത്രാൻ ആന്റണി വാലുങ്കലാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഉയിർപ്പിന്റെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ആ സ്ത്രീകൾ ശവകുടീരത്തിൽ എത്തുമ്പോൾ തന്നെ കണ്ടത് കാവൽ നിർത്തിയ കാവൽക്കാരും സുരക്ഷിതത്വം ഉറപ്പാക്കിയ കല്ലറുടെ മുന്നിലുണ്ടായിരുന്ന കല്ലും ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ടാണ്. ആ കല്ലിന്മേൽ ഒരു ദൈവദൂതൻ ഇരിക്കുന്നതും അവർ കണ്ടു. ആ ദൈവദൂതനാണ് ഉത്ഥാനത്തിൻ്റെ ആ സത്വാർത്ത അവനറിയിക്കുന്നത്. ഭയപ്പെടേണ്ട, അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. സ്നേഹ ബഹുമാനമുള്ളവനെ, അതിനെ തുടർന്ന് ആ ദൂതൻ അവനോട് പറയുന്നത് ഇപ്പോൾ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ചർച്ചിൽ നിന്നും ആൻമരിയ സണ്ണി കൂടി ചേരുന്നുണ്ട്. ആൻമരിയ, പ്രത്യാശയുടെ സന്ദേശം പകർന്നിതാ നാളെ എല്ലാ വിശ്വാസികളും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. അതിന്റെ ചടങ്ങുകളൊക്കെ വിവിധ ദേവാലയങ്ങളിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള വിശുദ്ധവാരത്തിന്റെയും അതോടൊപ്പം തന്നെ പീഡാനുഭവത്തിന്റെയും സഹനത്തിന്റെയും എല്ലാം നാളുകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്നു. ഇനി പ്രത്യാശയുടെയും ഉയർപ്പിന്റെ നാളുകളുടെ വരവ് അറിയിച്ചുകൊണ്ട് ഈസ്റ്റർ, അത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അത് ഈസ്റ്റർ ആയിട്ട് ഈശോയുടെ ഉയർപ്പ് ദിനം തിരുക്കർമ്മങ്ങൾ ആഘോഷകരമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് തന്നെ പാതിരാ കുർബാനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ്. ഇവിടെ സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ മധ്യേ ഉയർപ്പ് ദിന സന്ദേശവും അതോടൊപ്പം തന്നെ ഉയർപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രദക്ഷിണവും മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് ഉയർപ്പിന്റെ പ്രദക്ഷിണവും ഉണ്ടാകും. വരാപ്പുഴ അതിരൂപതയുടെ സഹായ മെത്രാൻ ആന്റണി വാലുങ്കലിന്റെ നേതൃത്വത്തിൽ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലും ഇതിനോടകം തന്നെ പാതിരാ കുർബാനയുടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തിരുക്കർമ്മങ്ങൾ അവിടെ ഈ രീതിയിൽ തന്നെ ആയിരിക്കും. പ്രദക്ഷിണവും വിശുദ്ധ കുർബാന മധ്യേ പ്രദക്ഷിണം ഉണ്ടാവും. ഉയർപ്പിന്റെ പ്രത്യേക തിരുക്കർമ്മങ്ങളും ഉണ്ടാകും, സന്ദേശവും ഉണ്ടാകും. ഈ സന്ദേശത്തിനുൾപ്പെടെ ഈസ്റ്റർ ദിന സന്ദേശത്തിനുൾപ്പെടെ മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ വിവിധ മെത്രാന്മാരും സഭ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ, FCRA പോലെയുള്ള വിഷയങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും അവർ ഉയർത്തി കാണിക്കാൻ പോകുന്നതൊക്കെ ഈ ഈസ്റ്റർ ദിനത്തിൽ അത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഇത്തവണ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഈ രീതിയിലുള്ള പ്രതിസന്ധികൾ അത് ക്രൈസ്തവർ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം അവർ ഉയർത്തി കാണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി പ്രത്യാശയുടെ ദിവസങ്ങളിലേക്ക് ക്രൈസ്തവർ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ രാവിലെ മുതൽ, ഇന്ന് പാതിരാ കുർബാനയോട് കൂടി തന്നെ നാളെ വൈകുന്നേരം വരെയായിരിക്കും ഈസ്റ്റർ ദിനത്തിന്റെ പ്രത്യേക പരിപാടികൾ ഉണ്ടാവുക. ഈ തിരുക്കർമ്മങ്ങളെല്ലാം ദേവാലയങ്ങളിൽ നാളെ രാവിലെയും ഉണ്ടായിരിക്കും. പ്രത്യേകമായിട്ടും പാതിരാ കുർബാനകളാണ് ക്രൈസ്തവർ ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. ചില ദേവാലയങ്ങളിലെല്ലാം ഈശോ കല്ലറ മാറ്റിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന രീതിയിൽ പ്രത്യേകമായിട്ടുള്ള പ്രതീകങ്ങളെല്ലാം ഒരുക്കി ആ രീതിയിലൊക്കെ ആയിരിക്കും തിരുക്കർമ്മങ്ങൾ നടക്കുക. എന്തായാലും തിരുക്കർമ്മങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കുർബാനയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പ്രദക്ഷിണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈശോയിൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആർച്ച് ബിഷപ്പ് അറിയിക്കുക. അതിനെ തുടർന്ന് പിന്നീട് സന്ദേശവും ഉണ്ടാകും. എന്തായാലും ക്രൈസ്തവർ പ്രത്യാശയുടെ ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. തീർച്ചയായും എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന ആരംഭിച്ചു. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് എല്ലാ വിശ്വാസികളും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.